നമ്മളെ ഭാരതത്തിലുള്ളത് ജനാധിപത്യ സംവിധാനമാണ്. അപ്പം ജനങ്ങൾ ഭരിക്കുന്നു അല്ലേ? എന്നെ മരവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളെ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ലവോദിക്ക എന്നുള്ള സ്ഥലനാമം തന്നെ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ തന്നെ ഭരിക്കുന്നു. അപ്പോൾ ആ ഭരണത്തിൻ്റെതായ കുറവുകളും പോരായ്മകളും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ടാകാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ലവോദിക്കയുടെ സഭയിലെ പ്രത്യേക ജോഗ്രാഫിക്കൽ സാഹചര്യങ്ങളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. ഒന്നാമതായിട്ട് വളരെ സമ്പന്നമായ ഒരു നഗരമായിരുന്നു ലവോദിക്ക. എന്തായിരുന്നു? വളരെ സമ്പന്നമായ. അപ്പോൾ സമ്പന്നമായി കഴിയുമ്പോൾ നമുക്ക് ആരുടെ ആവശ്യമില്ല. ഉണ്ടോ? നമുക്ക് മറ്റുള്ള സഹായം ആവശ്യമില്ല. കാരണം നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മുടെ കൈപ്പിടിയിൽ എത്തിക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യൻ മറ്റുള്ളവരിൽ നിന്നും അകന്ന് സ്വന്തം സ്വാർത്ഥതയുടെ കൂടാരത്തിൽ ഒതുങ്ങിച്ചേരുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ലവോദിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യന് സമ്പത്ത് വർദ്ധിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ അപരനിൽ നിന്നും അകലുകയും തന്നെ സ്വാർത്ഥതയുടെ കൂടാരത്തിലേക്ക് ചുരുങ്ങിക്കൂടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിൻ്റെ പേരാണ് ലവോദിക്ക. ആ രീതി ചിന്തിക്കുമ്പോൾ നമ്മൾ കാര്യം ശരിയാണ്, ജനങ്ങളാണ് ഭരിക്കുന്നത് എന്ന് പറഞ്ഞാലും ജനങ്ങൾ കൂടുതൽ സ്വാർത്ഥമതികളാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇതാണ് നമ്മൾ ലവോദിക്കയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് മറ്റൊരു പ്രത്യേകത, ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് കൂടുതൽ പ്രചാരത്തിലുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദത്തിന് മുമ്പ് ഈ പറഞ്ഞ ബാങ്കിങ് സംവിധാനങ്ങൾ വളരെ പ്രചാരം നേടിയിരുന്ന ഒരു പട്ടണം കൂടിയായിരുന്നു ലവോദിക്ക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും നൈപുണ്യം പുലർത്തിയിരുന്ന ഒരു വളരെ സമൃദ്ധരായ സമ്പന്നരായ ഒരുപറ്റം ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ലവോദിക്ക. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ്. നമുക്കിന്ന് ഇവിടെ തന്നെ തൊട്ടടുത്ത് നമുക്ക് മെഡിക്കൽ കോളേജുണ്ട്. അപ്പോൾ മെഡിക്കൽ കോളേജുകളൊക്കെ അതൊക്കെ നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റുമ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷേ അന്ന് കാലത്ത് ഈ ചികിത്സാ സംവിധാനങ്ങളൊന്നും അത്ര വിപുലമല്ലാതിരുന്ന കാലത്ത് മെഡിക്കൽ സംവിധാനങ്ങൾ അതിവിപുലമായ രീതിയിൽ ചെയ്തിരുന്ന ഒരു പട്ടണം കൂടിയായിരുന്നു ലവോദിക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു പ്രത്യേകത യഥാർത്ഥത്തിൽ കണ്ണ് ചികിത്സയ്ക്ക് ഏറ്റവും പ്രശസ്തരായ വിദഗ്ധരായ വൈദ്യന്മാരുണ്ടായിരുന്ന നാടായിരുന്നു ലവോദിക്ക. ഈ ലവോദിക്കയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് ശുദ്ധജലത്തിന് ലഭ്യത കുറവുള്ള ഒരു സ്ഥലമായിരുന്നു. എന്തായിരുന്നു? ശുദ്ധജലത്തിൻ്റെ ലഭ്യത. അപ്പോൾ ഈ ജലത്തിൻ്റെ ലഭ്യത ഇല്ലാതിരുന്നത് കൊണ്ട് ഇപ്പോൾ അവർ ദൂരദേശങ്ങളിൽ നിന്ന് വലിയ പൈപ്പിൽ വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് വരുന്ന പ്രദേശങ്ങളൊക്കെ വളരെ മരുഭൂമി പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ ദൂരെ നിന്ന് മരുഭൂമി പോലെയുള്ള സ്ഥലത്തേക്ക് വെള്ളം ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ജലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഘനജലമായതുകൊണ്ട് തന്നെ അതിന് ഹോട്ട് സ്മെല്ല്, അതിന് ദുർഗന്ധമുള്ള വെള്ളമായിരുന്നു. അപ്പോൾ ആ വെള്ളം ഈ ചൂട് ഇതിലൂടെ ഒഴുകി വരുമ്പോൾ അത് ല്യൂക്വാം വാട്ടർ, ചൂടോ തണുപ്പോ ഇല്ലാത്ത ജലമായിട്ടായിരുന്നു ലവോദിക്കയിലെ ജനത്തിന് ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഞാൻ പറയുന്നതിൻ്റെ കാരണം, ലവോദിക്ക എന്ന സഭയ്ക്ക് ദൈവം കൊടുത്ത സന്ദേശം അന്നും ഇന്നും പ്രസക്തമാണ്. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ പോലും ഇന്നും ലവോദിക്ക ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടിയാണ് ആമുഖമായിട്ട് ഈ ചടഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആമുഖമായിട്ട് തന്നെ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഡൽഹിയിലൊരു ധ്യാനമൊക്കെ നടത്തിയിട്ട് ഒരിക്കലും എൻ്റെ അടുത്തൊരു സൺഡേ സ്കൂൾ അധ്യാപകൻ പറഞ്ഞ ഒരു സംഭവമാണ്. അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ് മിലിറ്ററി നിന്നതിന് ശേഷം വന്നിട്ട് ബാങ്കിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം സൺഡേ സ്കൂളിലൊരു അധ്യാപകൻ കൂടിയാണ്. ഡൽഹിയിലെ കാര്യമാണ്. അപ്പോൾ അദ്ദേഹം 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് വേദപാഠം പഠിപ്പിക്കുന്നത് ഈ സാറ്. അപ്പോൾ ഈ 5ാം ക്ലാസ്സിൽ വേദപാഠം പഠിപ്പിക്കുന്ന ഈ സാറിനോട് ഒരു ദിവസം ഒരു കൊച്ചു പറഞ്ഞ ഒരു മറുപടിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മതബോധന പരിപാടി അവസാനിപ്പിച്ചു. അതാ സംഭവമാണ് ഞാൻ ഇന്ന് പറയാൻ വരുന്നത്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഈ കൊച്ചിനോട് ചോദിച്ചപ്പോൾ ഒരു കാര്യത്തോട് ഈ കൊച്ചു സഹകരിക്കുന്നില്ല. സൺഡേ സ്കൂളിലെ കാര്യത്തിൽ സഹകരിക്കുന്നില്ല, സമയത്ത് കൃത്യമായിട്ട് പള്ളിയിൽ വരില്ല, താമസിച്ച് വരിക, പഠിച്ചുകൊണ്ട് വരികയല്ല, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ദൈവപരിപാലനയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉടനെ തന്നെ ആ കൊച്ചു പറഞ്ഞതാണ്, സാർ ഐ ഡോണ്ട് നീഡ് ഗോഡ്. അപ്പം അത് കേട്ടപ്പം ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാറിന് ഭയങ്കര ഒരു അത്ഭുതമായി പോയി. ദൈവത്തെ ആവശ്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞ മറുപടി ഇതാണ്, വാട്ട് എവർ ഐ നീഡ് മൈ പേരൻസ് പ്രൊവൈഡ്. എനിക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം എൻ്റെ മാതാപിതാക്കൾ നൽകുന്നുണ്ട്, അതുകൊണ്ട് ദൈവത്തെ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു 5ാം ക്ലാസ്സുകാരിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ പതറിപ്പോയി അദ്ദേഹം മതബോധന പ്രക്രിയ അവസാനിപ്പിച്ചു എന്നാണ് എന്നോട് പങ്കുവച്ചത്. കാരണം ഞാൻ പിന്നീട് അദ്ദേഹത്തെ തിരിച്ച് പറഞ്ഞു കൊടുത്ത് വീണ്ടും അദ്ദേഹം സൺഡേ സ്കൂൾ അധ്യാപന ജോലിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ ഇത് പറയുവാൻ കാരണം ഇതാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ പോലും ദൈവത്തെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം, ഭീകരമായ ഒരു സാഹചര്യം നമുക്ക് ചുറ്റുമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത്? എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എന്നെ സഹായിക്കുവാൻ, സാമ്പത്തികമായിട്ട് സഹായിക്കുവാൻ മാതാപിതാക്കളുണ്ട്, എല്ലാ സൗകര്യം ആ കൊച്ചിന് കിട്ടുന്നുണ്ട്, ആ കൊച്ചു ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ആവശ്യമില്ല, എനിക്ക് എൻ്റെ ഡാഡിയും മമ്മിയും മതി എന്ന് ആ കൊച്ച് പറയുകയാണ്. അപ്പം ഞാൻ ആ സാറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഡാഡിയും മമ്മിയും ഇല്ലാത്ത ഒരു സാഹചര്യം മോളുടെ ജീവിതത്തിൽ വന്നാൽ മോൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു സാറിനൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ആ സാർ എന്നോട് പറഞ്ഞ്, അച്ഛാ അന്നേരം എൻ്റെ തലയ്ക്കകത്ത് അങ്ങനെ ഒരു ചിന്ത വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഡാഡിയും അമ്മയും ഉള്ളത് കൊണ്ട് ഈ കൊച്ചിന് അവളുടെ ആ ചെറിയ പ്രായത്തിൽ ചിന്തിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ദൈവമില്ലാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആ കൊച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം അതിനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മുടെ അഫ്ലുവൻസ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ സാമ്പത്തിക സുസ്ഥിരത വർദ്ധിക്കും തോറും ജനം ദൈവത്തിൽ നിന്ന് അകലുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ഹല്ലേലൂയ.